ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ആയാലോ? വേറൊന്നിനുമല്ല, ഈ വോളിന് നമുക്ക് ഈ ഭിത്തിയുടെ ഷേപ്പ് ഒന്ന് മാറ്റിയേക്കാം. ഷേപ്പല്ല, അതിൻ്റെ ചായ ഒന്ന് മാറ്റിയേക്കാം. കുറച്ച് ചായങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഈ മതിലിൻ്റെ ചായ ഒന്ന് മാറ്റിയാലോ? എൻ്റെ ബ്രാസ് അങ്ങനെയുണ്ട്, കൊള്ളാമല്ലേ? കഷ്ടപ്പെട്ട് വരയ്ക്കുന്നത് ഇവളാണെങ്കിലും അത് എടുത്തു കൊടുക്കുന്ന ക്യാമറാമാൻ ഞാനാണല്ലോ. അതുകൊണ്ടാണ് ഈ ചെടിയുടെ ഇടയിൽ കൂടെയൊക്കെ വന്നത്. നന്നാവും, പതിയെ നമുക്ക് നന്നാക്കിയെടുക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഇനിയും ഇങ്ങനെ വരും. വള്ളിക്കിടയിൽ നിന്നും പൂവിനിടയിൽ നിന്നും ഒക്കെ എൻ്റെ വിശ്വാസം. അങ്ങനെ പടക്കക്കട ഉദാഹവ മഴ ഞങ്ങളെ ചതിച്ചു. പക്ഷെ രാമൻകുട്ടി തളരില്ല. വെയിൽ വന്നതും കുക്കു വീണ്ടും ഇറങ്ങി, പെയിൻറ്റും പാട്ടയുമായിട്ട്. ഞാൻ ഈ തലങ്ങനം വിലങ്ങനം ഒക്കെ വീഡിയോ എടുക്കുന്നുണ്ടല്ലോ, എൻ്റെ ക്യാപ്ചറിങ് എബിലിറ്റി നിങ്ങളെ കാണിച്ചു തരാനാണ്. എന്തെങ്കിലും പോരാഴികൊണ്ട് നമുക്ക് മെച്ചപ്പെടുത്താം. ഡെയിലി മഴക്കാറായിട്ട് വന്നിട്ട് പെയ്യാതെ പോയിക്കൊണ്ടിരുന്ന മഴ സാറ് കൃത്യമായിട്ട് ഇന്ന് പെയ്തു. പെയ്യില്ല എന്ന അഹങ്കാരത്തിൽ നിന്ന് ഞങ്ങൾക്ക് അതൊരു വലിയ പണിയായിപ്പോയി. അങ്ങനെ ദേവേന്ദ്രനെ മനസ്സിൽ ധ്യാനിച്ച് ഇനി മഴ പെയ്യരുതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കുക്കു പെൻസിൽ സ്കെച്ച് സ്റ്റാർട്ട് ചെയ്തു. പെൻസിൽ സ്കെച്ച് ചെയ്തിട്ടേ അവൾക്ക് പെയിൻറ് ചെയ്യാൻ പറ്റൂ, അതാണ് അവൾക്ക് കംഫർട്ടെന്ന് പറഞ്ഞു. ഈ സ്കെച്ചിൽ നിന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എന്താണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന്. കുറച്ച് നാളായിട്ട് ഞങ്ങൾ വിചാരിക്കുക ഇവിടെ എന്തെങ്കിലും ഒരു ആർട്ട് ചെയ്യണമെന്ന്. അപ്പം നോർമലി ഇച്ചിരി പീസ്ഫുൾ മൈൻഡിൽ ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ പീസ്, പേഷ്യൻസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വരുന്ന ഏറ്റവും ആദ്യം മനസ്സിൽ വരുന്ന ആളാണ് ശ്രീബുദ്ധൻ. അപ്പോൾ അവളാ പറഞ്ഞത് നമുക്ക് ശ്രീബുദ്ധനെ വരയ്ക്കാം. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ. അവൾ എടുത്ത റെഫറൻസ് പിക്ചറുമായിട്ട് ഏകദേശം ബന്ധമൊക്കെ ഉണ്ട്, എങ്കിലും കുറച്ച് മോഡിഫിക്കേഷൻ അവൾ തന്നെ വരുത്തിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പെയ്ത മഴയാണ് ഞങ്ങളെ ചതിച്ചത്. ആ മഴ കാരണം ഈ പടം തീരാൻ ഒരുപാട് ടൈം എടുത്തു. ആ, ബുദ്ധനാന്നൊക്കെ പറയാൻ അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്കെന്ത് തോന്നുന്നു? നല്ല മഴ പെയ്തു, ഞങ്ങളുടെ ബുദ്ധനൊക്കെ നനഞ്ഞൊലിച്ചു. പക്ഷേ കുക്കു വെറുതെ വിട്ടില്ല. രാവിലെ വീണ്ടും ഇറങ്ങി. പക്ഷേ ഈ സമയം സഹായിക്കാനായിട്ട് ഞങ്ങളുടെ മാതാശ്രീ കൂടെ കൂടിയിട്ടുണ്ട്. ഉമ്മയൊരു ചെറിയ ആർട്ടിസ്റ്റാണ്, അത്യാവശ്യം ഡ്രോയിങ് ഒക്കെ അറിയാം. അപ്പം അങ്ങനെ അമ്മയും കൂടെ ഹെൽപ്പ് ചെയ്തിട്ട് രാവിലെ അവർ കുറച്ചുകൂടെ ഭംഗിയാക്കി. അങ്ങനെ പഴം ഏകദേശം തീർന്നു. ആ ഒരു ഏരിയ കാണാൻ അത്യാവശ്യം ഭംഗിയൊക്കെ ആയിരിക്കും. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.